നമ്മൾ ടെസ്റ്റ് എക്സസൈസിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് നമ്മൾ എഴുതണം. എങ്ങനെയായിരിക്കണം? എൻഡിങ് 1 or 6, 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എൻഡിങ് 1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യൂണിറ്റ് പ്ലേസിൽ 1 വരണം. അപ്പൊ 1 ആയി ഫസ്റ്റ് നമ്പർ. ഓക്കെ. ദെൻ അടുത്ത 6 എഴുതാം. കറക്റ്റ് ആണ്. യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അടുത്ത 11 എഴുതാം. യൂണിറ്റ് പ്ലേസിൽ 1 ആണ്. അടുത്ത 16 എഴുതാം. യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അടുത്ത നമുക്ക് വരുമ്പോൾ 21 വരും. യൂണിറ്റ് പ്ലേസിൽ 1 ആണ്. അടുത്ത നമ്പർ നമുക്ക് വരുമ്പോൾ 26 വരും. യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അടുത്ത നമ്പർ ഏതായിരിക്കും? 31 എക്സെട്ര. ഇങ്ങനെ നമുക്ക് എന്തോരം നമ്പർ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ 1, 6, 11, 16, 21, 26, 31 എക്സെട്ര. ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും അതിന്റെ പ്രത്യേകത നോക്കിയേ. ലെവൽ 1 പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആണല്ലേ. ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ പേര് കൊടുത്തു A1 എന്നും, രണ്ടാമത്തേന് A2, അടുത്തതിന് A3, A4, A5 എക്സെട്ര. ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്നുള്ളതെല്ലാം നമ്മൾ ലെവൽ 1 വീഡിയോയിൽ ഉണ്ടത് പഠിക്കണം കേട്ടോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? A2 മൈനസ് A1. അതിന് നമുക്ക് പേര് വേറെ കൊടുക്കാം. X1ഉം S2ഉം കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത നോക്കിയേ. ഇതിനകത്ത് എല്ലാത്തിനകത്തും 5 കൂട്ടി എഴുതിയേക്കുവാണ് അല്ലേ. 1 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ദെൻ അടുത്ത 6 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ദാറ്റ് ഈസ് 11 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എക്സെട്ര. അതായത് ഒരു കോമൺ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് അതിനകത്ത് പോയേക്കണം അല്ലേ. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ AP ആണ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 5. അപ്പൊ നമ്മൾ ഇതിനെ വേറെ രീതിയിൽ പറയുമ്പോൾ എങ്ങനെ? ഇറ്റ് ഈസ് ആൻ AP. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ചുരുക്കി പറയുന്നതാണ് AP. ഇറ്റ് ഈസ് ആൻ AP വിത്ത് കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ നമ്മൾ ഒരു രീതിയിലൂടെ ആയി. ഇതിനെ നമുക്ക് വേറെ രീതിയിലൂടെ റെപ്രസെന്റ് ചെയ്യണം. 3 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഇവിടെ എന്താ പറഞ്ഞേക്കണെന്ന് നോക്കി. എല്ലാ നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 1 അല്ലേ. ഇപ്പൊ നോക്കി 6നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഒരു പ്രാവശ്യം 5 നമുക്ക് റിമൈൻഡർ 1 ആണ്. ഈ 11നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2, 5, 10 റിമൈൻഡർ 1 ആണ്. അപ്പൊ ഈ ഒരു സീക്വൻസ് എങ്ങനെയുള്ള സീക്വൻസ് ആണ്? ലിവിങ് റിമൈൻഡർ 5 ഡിവിസിബിൾ ബൈ 5 ലിവിങ് റിമൈൻഡർ 1 ആണ് അല്ലേ. അതായത് ഡിവിസിബിൾ ബൈ 5 ലിവിങ് റിമൈൻഡർ 1. ലിവിങ് റിമൈൻഡർ 1 ആണ്. അപ്പൊ ലിവിസിബിൾ 1 നമുക്ക് രണ്ടാമത്തെ രീതി ഇതാണ്. പിന്നെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ ഈ നമ്പറിനെ എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിമൈൻഡർ എപ്പോഴും എന്താ കിട്ടിയേക്കണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമുക്കൊരു ടാങ്കിനകത്ത് കണ്ടെയ്ൻ 1000 ലിറ്റർ വെള്ളമുണ്ട്. ആ വാട്ടർ ആൻഡ് ഇറ്റ്സ് ഫ്ലോസ് ഔട്ട് എ റേറ്റ് ഓഫ് 5 ലിറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകണം. അപ്പൊ നമ്മുടെ ഈ ടാങ്കിനകത്ത് എത്ര ലിറ്റർ വെള്ളം മക്കളെ ഉള്ളത്? 1000 ലിറ്റർ വെള്ളമുണ്ട്. ഈ 1000 ലിറ്റർ വെള്ളം ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ ദ റേറ്റ് 5 ലിറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ച് പുറത്തേക്ക് വെള്ളം കളയുവാണ്. അപ്പൊ ആദ്യം 1000ൽ നിന്ന് 5 ലിറ്റർ പുറത്തേക്ക് പോയി. അപ്പൊ രണ്ടാമത് അതിനകത്ത് എന്തോരം വെള്ളം ഉണ്ടാകും? 995. 1000ൽ നിന്ന് 5 ലിറ്റർ പോയി. വീണ്ടും നമ്മൾ ഇതിനകത്ത് നിന്ന് വീണ്ടും എത്ര കളയും? 5 കളയും. അപ്പൊ ഇതിനകത്ത് വീണ്ടും എന്തായി? 990 ലിറ്റർ ആവും. വീണ്ടും ഇതിനകത്ത് നിന്ന് 5 ലിറ്റർ പോകും. അപ്പൊ ഇതിനകത്ത് എന്തായി നോക്കി? അടുത്തതിനകത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 985 ആവും നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു സീക്വൻസ് ആയി എഴുതി എങ്ങനെ ഇരിക്കും? ആദ്യത്തെ ഫസ്റ്റ് 1000 വരും. രണ്ടാമത്തെ 995 വരും. അടുത്ത 990 വരും. അടുത്ത 985 വരും എക്സെട്ര. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് 1000, 995, 990, 985 അങ്ങനെ കുറച്ച് പോകും എക്സെട്ര പോകും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ടാങ്ക് വരച്ചു അതിനകത്ത് 5 ലിറ്റർ പോകുമെന്ന് പറഞ്ഞാൽ അത് അടയിലപ്പെടുത്തി അടുത്ത ടാങ്കിനകത്തേക്ക് അപ്പൊ എന്തോരം പോകുന്നത്? 995. വീണ്ടും 5 ലിറ്റർ കുറഞ്ഞു. അങ്ങനെ നമ്മളിത് പടം വരച്ചിങ്ങനെ ഇതുപോലെ അങ്ങ് എഴുതുക വളരെ ഈസി ആയിട്ട്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന എല്ലാം എന്താണ്? ഒരു സീക്വൻസ് ആയിട്ട് എഴുതുക.